ഇരിക്കണം ചന്ദ്ര സാറേ. കാര്യങ്ങളൊക്കെ പറഞ്ഞാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രവി സാറേ, എനിക്ക് പെട്ടെന്ന് ഒരാവശ്യം വന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വന്നത്. എല്ലാം പറഞ്ഞില്ലേ? എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് അത്യാവശ്യത്തിന് കുറച്ച് പൈസ കടം വാങ്ങിച്ചു, അത് കൊടുക്കാനുള്ള നിവൃത്തിയില്ല. ചേട്ടൻ ഇങ്ങനത്തെ കാര്യം ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. വലിയ അഭിമാനിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേട്ടൻ എന്നെ ഏൽപ്പിച്ച് ഇടാറുള്ളത്. അത് ഞാൻ ശീലമാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മിനി പറഞ്ഞത് ശരിയാണ്. ഈ പറഞ്ഞു വരുമ്പം നിങ്ങൾ പുലിനട വീട്ടുകാരുടെ അത്ര അഭിമാനമൊന്നും ഇല്ലെങ്കിലും പാണാങ്കര വീട്ടുകാരും അഭിമാനത്തിൽ മോശക്കാരൊന്നും അല്ല. എന്റെ തറവാടാണ് പാണാങ്കര വീട്. അവിടുത്തെ നാണുപിള്ള, അതാണ് എന്റെ അച്ഛൻ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വലിയ എഴുത്തുകാരനായിരുന്നു. ഓ, അങ്കിളിന്റെ അച്ഛൻ നോവലിസ്റ്റ് ആയിരുന്നല്ലേ? അയ്യേ, നോവലിസ്റ്റും കഥാകൃത്വം അല്ല, പിന്നെ ഈ ആധാരം എഴുത്തിന്റെ ആളാണ്. വെണ്ടർ നാണുപിള്ള. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അയ്യോ, അച്ഛൻ ചത്തിട്ട് കുറെ കാലമായില്ലേ. ഇപ്പൊ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങൾക്ക് അറിയാലോ മൺചേച്ചി, ഇന്നാള് വന്നപ്പോ പറഞ്ഞായിരുന്നു ചേട്ടനെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് ഇപ്പൊ സസ്പെൻഷനിലാണ്. അത് മാത്രല്ല, കുറെ കാലമായി സസ്പെൻഷനിലായിട്ട്. വീട്ടിലെ ചെലവൊക്കെ കഴിയണ്ടേ, അതിന് വേണ്ടിയിട്ട് കൂടെ ജോലി ചെയ്ത ഒരാളെന്ന് 1 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. ഇപ്പൊ അയാൾ ഏടി പിടിയെന്നും പറഞ്ഞിട്ട് ആ പൈസ തിരിച്ചു ചോദിക്കണം. നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റൂ? നമ്മളെ ഒരു അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. സസ്പെൻഷനായിട്ട് എത്ര കാലമായി? സസ്പെൻഷനായിട്ട് ഏകദേശം ഈ കന്നിയൊക്കെ ആവുമ്പോ ഒരു 3 വർഷമാവും അല്ലേട്ടാ? 3 വർഷം. അപ്പൊ കോടതിയിൽ കേസൊക്കെ ആയി കാണുമല്ലോ. കേസൊക്കെ നടക്കണ അതിന്നൊക്കെ ഊരി വരും. കാരണം ചേട്ടന് വലിയ പിടിപാടാണ് കള്ളന്മാരുമായിട്ട്, അല്ല പോലീസുകാരുമായിട്ടേ. ഭയങ്കര പിടിപാടാണ്. പിന്നെ അത് ഈ മനുഷ്യന്റെ സ്വഭാവത്തിനെ കുറിച്ച് ഞാൻ പറയാതിരിക്കുകയാണ് ഭേദം. ഈ മനുഷ്യന് 2 സഹോദരിമാരുണ്ട്. ഈ 2 സഹോദരിമാരെയും പൊന്നെ ചക്കരയെ പാലേ എന്നൊക്കെ പറഞ്ഞ് 100-150 പവന്റെ സ്വർണം വാരിയിട്ട് അവരങ്ങ് ഇറക്കി വിട്ട്. എന്നിട്ട് അതും പോട്ട്, അത് സ്വന്തം സഹോദരിമാരല്ലേന്ന് ആരെങ്കിലും വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് കരഞ്ഞ് എനിക്ക് ഗതികേടാണ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിൽ ഇരിക്കണ എന്തെങ്കിലുമൊക്കെ നുള്ളി പറക്കി കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഈ മനുഷ്യന്റെ സ്വഭാവം. ചേട്ടാ കരയല്ലേ ചേട്ടാ, ചേട്ടൻ കരയാതെ. ആര് പറഞ്ഞു നമ്മുടെ ഈ സാറ് പൈസ തരൂലെന്ന്? സാറ് പൈസ തരും, കരയാതെ. എന്റെ പൈസ ഒന്നും ഇല്ല. ഉണ്ട്, സാറിന്റെ പൈസ ഉണ്ട്. സാറിന്റെ ഇല്ലെങ്കിൽ താണ്ട് ഭാർഗവം പിള്ളേരെ മോളിരിക്കണം, മോള് തരും. അയ്യോ, എന്റെ പൈസ ഒന്നും ഇല്ല. ഒരു കാര്യം ചെയ്യും, പണമായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, സ്വർണ്ണം ആയാലും മതിയല്ലേ ഏട്ടാ? സ്വർണ്ണം ഉണ്ട്. കണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്വർണ്ണം ഉണ്ടെന്ന്. സ്വർണ്ണം മതി ചേച്ചി, സ്വർണ്ണം മതി. എടുത്തിട്ട് നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാം. ഒരു 3 പവനെങ്കിലും കിട്ടിയാൽ നമ്മളെ കാര്യം നടക്കും. 5 പവൻ കാണും ചേട്ടൻ 3 പിടിക്കണത്. ചേച്ചി പോയി എടുത്തിട്ട് വാ. തറവാട്ടി പറഞ്ഞ കൊച്ചാണ്, അതിന്റെ മനസ്സലിഞ്ഞെന്ന് തോന്നുന്നു. ചേട്ടന് മനസ്സിലായ? ഇതേപോലെ തറവാട്ടി പറഞ്ഞ ഒരേ ഒരാളെ ഇതാ ഈ വീട്ടിലുണ്ട്. അതാണ്ട് ഈ മണിക്കുട്ടിയാണ് എന്റെ മണിക്കുട്ടി. മണിക്കുട്ടി എണീച്ച് ഇനി വെറുതെ സംസാരിച്ച് നിന്നാ പറ്റത്തില്ല. ഞാൻ തന്നെ എടുത്തു കട. ഞാൻ വരണോ? പെട്ടെന്ന് വരണോ? ഞാൻ വന്നോളാം. ഇത് പെട്ടെന്നൊക്കെ എടുത്ത് തരുമല്ലോ അല്ലേ? പിന്നെ പെട്ടെന്ന് എടുത്ത് തരും ചേട്ടാ. അതെ, ഞങ്ങളുടെ കയ്യില് പൈസ ഇല്ലാഞ്ഞിട്ടാണ്. സാറിന്റെ കയ്യിൽ ഇല്ലെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഗുസ്തി മോള് നിൽക്കണം. ഗുസ്തി മോള് രാവിലെ ഗുസ്തി കളിക്കാൻ പോണത് ആന്റി കാണാറുണ്ട്. ഗുസ്തി മോളെ അക്കൗണ്ടിൽ പൈസ ഒന്നും ഇല്ലേ? ഒരു 40,000 മതി. 40 ആന്റിക്ക് മതി. ബാക്കിയുള്ളത് അമ്മ എടുക്കാൻ പോയിട്ടുണ്ടല്ലോ. അങ്ങനല്ല, ഒരു 40,000 രൂപ ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് കടം കൊടുത്തു അന്ന് സർജറിക്ക് ഹോസ്പിറ്റലിൽ കിടന്നു. അവളുടെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് ഞഞ്ഞായിരിക്കണം, ഇങ്ങനെ തന്നെ ചെയ്യണം. കഷ്ടം. മുക്കാണിത്. മുക്കൊന്നുമില്ല, എന്റെ അമ്മയുടെ മാലയാണിത്. അയ്യോ, ഇതൊക്കെ മുക്കാണെന്ന് എന്തോന്നത്. ഒന്നും പണയണ്ട. വാ, ഇത്ര നേരം വായെന്ന് അനങ്ങില്ലല്ലോ. ബാക്കിയൊക്കെ പിന്നെ പറയാം. അതെ, ഒടിക്കല്ലേ, സൂക്ഷിച്ചു വെക്കണേ. പണയം വയ്ക്കുമ്പോ പെട്ടിയിലാക്കിയിട്ട്. മാല പോയി, ഇനി അത് കിട്ടൂല. കിട്ടും. ഒരു അത്യാവശ്യം അയലൊക്കെ കാര്യമില്ലേ, ഒരു അത്യാവശ്യം വാങ്ങിച്ചല്ലേ. കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു മാല വാങ്ങിച്ചൊന്നുമില്ല ഇതുവരെ. വാവിട്ട വാക്കും പണയം വെക്കാൻ കൊടുത്ത സ്വർണം രണ്ടും തിരിച്ചിട്ടോ തോന്നണം.